കാണിച്ചു തരാം. ഇതുപോലത്തെ ഒരു പാത്രം എടുത്തിട്ട് അത് നല്ലവണ്ണം നമ്മൾ ചൂടാക്കുക. ഈ പാത്രം നല്ലവണ്ണം ചൂടാക്കി ഇങ്ങനെ ചൂടായി വരുമ്പോൾ ഇതുകൂടെ നന്നായി ഇതുപോലെ ചൂടായി വരുമ്പോൾ നമ്മൾ ഇതുപോലത്തെ ചവനപ്പ് എടുത്തിട്ട് ഇതിലേക്ക് പാരാം. മുഴുവനായിട്ട് പോലെ ഇത് തിളച്ച് നല്ലോണം തിളച്ച് വരണം. ഇങ്ങനെ തിളച്ച് കുറുന്നനായാൽ ഇതുപോലെ നല്ലോണം തിളക്കണം. ഇതിലുള്ള ആവി മുഴുവനും പോയി കഴിയണം. തിളച്ച് അതിലെ ആവിയൊക്കെ പോകുമ്പോൾ അതിൻ്റെ കളറിങ്ങനെ മാറി വരും. ഇത് കണ്ടോ, ഇത് കരിഞ്ഞ അവസാനത്തിലെത്തിയപ്പോൾ കണ്ടോ ഇതിൽ ഡാറ് പോലത്തെ ഒരു വസ്തു. ഇതിലെ എല്ലാ വെള്ളങ്ങളും നീരുകളും പോയി കഴിഞ്ഞ് ഇതിപ്പോൾ വെറും ഡാറ് മാത്രമായി. ഇത് നമ്മൾ കുടം പറ്റ കേടുവന്നു. പക്ഷെ അതുകൊണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നുള്ളത് കൊണ്ടാണ്. കണ്ടോ കറുത്ത പുകകൾ ഇതുകൊണ്ട് വരുന്നുണ്ടോ. ഇതാണ് നമ്മളെ ശരീരത്തിൽ ചെല്ലുന്നത്. അത് ഞാൻ കാണിച്ചു തരാം. ഇതിലേക്ക് നിങ്ങൾ നോക്കൂ. ഇതിലേക്ക് കറുത്ത പുക കണ്ടില്ലേ? ഇതാണ് നമ്മുടെ ശരീരത്തിൽ ചെല്ലുന്നത്. സവനപ്പിൻ്റെ പോലാണ്, കറുത്ത സവനപ്പാണ്. കൊക്കക്കോളയോ പെപ്സിയോ ഒന്നും അല്ലത്. ഈ കറുത്ത സാധനങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ ചെന്ന് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന രോഗങ്ങളെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. ഇതുകൊണ്ട് എൻ്റെ ഈ ഒരു പാത്രം എനിക്ക് നഷ്ടമായി, അത് പ്രശ്നമല്ല. ഈ പാത്രം കൊണ്ടല്ല, ഇതുകൊണ്ട് നമുക്ക് ഒരാളെങ്കിലും രക്ഷപ്പെടുകയാണെങ്കിൽ അതാണ് നമുക്ക് നല്ലത് എന്ന് കരുതുന്നത്. നിത്യമായിട്ട് ഞാൻ ഉപയോഗിച്ചിരുന്ന ആളാണ്. ഇങ്ങനെ ഞാൻ ഇതിനൊരു പുസ്തകത്തിലൂടെ വായിച്ച് ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായതാണ്. ഇതാണ് ഇതിൽ നിന്ന് കൊക്കക്കോള സെവനപ്പിൽ നിന്ന് വന്നതാണിത്. ഇതുപോലത്തതാണ്. നമുക്കറിയാം വെളുത്ത കളറുള്ള ഒരു സെവനപ്പാണ് ഈ കാണുന്നത്. ഏതുപോലെ വെറും ഡാറാണ് ഈ കാണുന്നത്. ഇത് നമ്മുടെ ശരീരത്തിൽ ചെന്നാൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന രോഗം എന്തൊക്കെയാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയാണെ. ആ പച്ചവെള്ളം അതിലെ നീരൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഉണ്ടായ വസ്തുവാണിത്. ഇതുകൊണ്ടൊരു കുടം നഷ്ടമായി. ഇത് നിങ്ങൾ പറ്റുന്നിടത്തോളം എല്ലാവർക്കും ഷെയർ ചെയ്യണം. ഈ കാണുന്നതാണ് ഒരു സെവനപ്പ് മുഴുവനായിട്ട്. ഇത് നമ്മുടെ ശരീരത്തിൽ ചെന്നാലുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെ, നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ രോഗങ്ങൾ ഉണ്ടാക്കി തീർക്കുക. ഇതെല്ലാവർക്കും നിങ്ങൾ പറ്റുന്നിടത്തോളം ഷെയർ ചെയ്തിട്ട് കഴിയുന്നിടത്തോളം ഇത് ഒഴിവാക്കണം. ഓക്കെ, ഇതെല്ലാവരും ഷെയർ ചെയ്യുമല്ലോ. എന്നാൽ ശരി, അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.